അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ടോർച്ചിൻ്റെ ആ ഒരു മുകൾ ഭാഗമാണ്. നമുക്കിത് ടോർച്ചിൻ്റെ മുകൾ ഭാഗം തന്നെ വേണമെന്ന് നമുക്ക് LED ആയാലും മതി. നമ്മളിതിൻ്റെ LED ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കാന്തം, നമുക്ക് എന്തെങ്കിലും ടോപ്പിൻ്റെ മൂടിയോ അങ്ങനത്തെ എന്തായാലും മതി. പിന്നെ നമ്മളൊരു PVC പൈപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ പീസ് PVC. പിന്നെ ഇത് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനാണ്. ഇതൊന്നും ഒരു ചെറിയ മൂടി ആയാൽ മതി. പിന്നെ നമുക്കൊരു ചാർജർ, പിന്നെ ഒരു ചെറിയ പൈപ്പ്, ഇങ്ങനത്തെ വളയുന്ന പൈപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു കാന്തം, അതായത് നിങ്ങളിപ്പോൾ കുപ്പിയുടെ മൂടിയൊക്കെ ആയാലേ അതും മതി, ഇങ്ങനത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഇതായാലും മതി. ഇനി നമുക്ക് ആ സെൻറ്ററിൽ ഈ ഒരു ടോപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് തന്നെ ടൈറ്റ് ചെയ്ത് നിർത്താൻ പാകത്തിലാണ്. നമുക്ക് കുപ്പിയുടെ മൂടി വേറെ ടോപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ PVC അവിടെ പിടിപ്പിക്കണം. അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഡെക്കറേറ്റ് ചെയ്യാൻ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയ പൈപ്പാണ്. അപ്പോൾ നമ്മൾ അത് വെച്ച് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഗമ്മ കൊണ്ട് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് നന്നായിട്ട് നമുക്ക് ഗമ്മ് വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, ഗമ്മ കൊണ്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മളത് ഗമ്മ കൊണ്ട് ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ നമ്മൾ പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല, കാരണം അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ട് വരുന്നത് കൊണ്ട്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടോപ്പ് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. നമുക്ക് വയറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അയണോ അല്ലെങ്കിൽ ആണിയൊക്കെ ചൂടാക്കിയിട്ട് വെച്ച് കൊടുത്താലും മതി. ഇനി നമുക്ക് ആ ഒരു വയറ് ആ ഒരു ഹോളിനുള്ളിലൂടെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉള്ളിലൂടെ വലിച്ചെടുത്തിട്ട് ആ ഒരു പൈപ്പിനുള്ളിലൂടെ നമ്മൾ മുകൾ ഭാഗത്തോട്ട് എടുക്കാം. അപ്പോൾ നമ്മളിതിങ്ങനെ മുകൾ ഭാഗത്തോട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഇതിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നതെന്ന്. വളരെ സിമ്പിളാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ആ ഒരു പൈപ്പ് അതിനുള്ളിലൂടെ ഇട്ട് കൊടുക്കാം. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ വളയുന്നൊരു പൈപ്പാണ്. ഇനി അത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ലാസ്റ്റ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ അതിനുള്ളൊരു കമ്പി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് വളച്ചാൽ നമുക്ക് വളയുന്ന നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കമ്പി വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വയറിൻ്റെ ഇൻസുലേറ്റ് കോട്ടിങ് കളയാം. അത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചെറിയ PVC പൈപ്പ് ആ ഒരു പൈപ്പിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഒരു വളയുന്ന മറ്റേ പൈപ്പിൽ നമുക്ക് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷനാണ് വരുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ LED ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ LEDയുടെ കണക്ഷൻ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്. 2 വയറുണ്ട്. ആ 2 വയറിലും ഓരോ കണക്ഷൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പ്ലസും നെഗറ്റീവും, കാരണം നമ്മൾ ആ ഒരു 2 വയറിലാണ് ഈ ഒരു 2 വയർ കണക്ഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ സർക്യൂട്ടോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ആ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ മറ്റേ ഭാഗം നമ്മുടെ ആ ചാർജറിലെ 2 വയറിലോട്ടും നമ്മൾ അതുപോലെ കണക്ഷൻ ചെയ്തു. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേട് വന്ന ഒരു ടോർച്ചാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ടോർച്ചിൻ്റെ ആ ഒരു തലഭാഗം കൊണ്ടാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.